പണ്ടത്തെ പാട്ട് നമ്മൾ ഒരു എത്ര രക്ഷയില്ല. കേട്ടാലും അതെ എനിക്ക് തോന്നുന്നത് അതൊന്നും ഇപ്പോഴത്തെ പാട്ടിന് വെച്ചിട്ടില്ലേ കമ്പയർ കമ്പയർ ചെയ്യാനേ ചെയ്യാനേ പറ്റില്ല. പറ്റില്ല. പഠിക്കാൻ ഒരുപാടുണ്ട്. എത്ര പഠിച്ചാലും നമുക്ക് തീരില്ല. സത്യം സത്യം. എത്ര ഒട്ടും മറന്നും പോവില്ല മറന്നും എത്ര പോവില്ല. കേട്ടാലും അല്ലേ. എനിക്ക് അതെ തോന്നുന്നു അതെ. നമ്മളൊരു പ്ലേലിസ്റ്റിൽ പണ്ടത്തെ പാട്ടിലായിരിക്കും ഒരുപാട് എപ്പോഴും ഒരുപാട്. എല്ലാരും പ്ലേ ചെയ്യാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് കേൾക്കാൻ ചെയ്ത് ആഗ്രഹിക്കുന്ന അതെ 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 പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് പഴയ പാട്ടുകളോടൊരു തീർച്ചയായിട്ടും. ഇഷ്ടം ഒരു പിടി അതൊരു മുന്നിലോട്ടാണ്. പ്രത്യേകത അതെ തന്നെയാണ്. അതെ. സൗണ്ടിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും എക്സ്ട്രാ കെയർ വല്ലതും കൊടുക്കാറുണ്ടോ? എക്സ്ട്രാ കെയർ ആയിട്ടില്ല. പണ്ട് മുതലേ തണുപ്പിനോട് എനിക്ക് വലിയ പ്രിയമില്ലാത്തത് കൊണ്ടാണ്. ആ ആൾക്കാർ പറയും ഇങ്ങനെ അതിപ്പം പാട്ടുകാരി ആയതുകൊണ്ട്. ഡിസേർട്സ് ഒക്കെ ഉണ്ടാക്കണ ആളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. കൊടുക്കലാണല്ലോ. സത്യം. ആ, അങ്ങനെ തണുപ്പ് പുളിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊക്കെയാണ്. അത് പക്ഷെ പണ്ട് മുതലേ അങ്ങനെയാണ്. ഞാൻ പാട്ടിനായിട്ട് വേണ്ടി ചെയ്യുന്നതല്ല. ഉം. പണ്ട് മുതൽ എനിക്ക് അത്ര സ്പൈസി ഫുഡ് ഇഷ്ടമല്ല, അത്ര പുളിയുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. അങ്ങനെ തണുപ്പും ഉപയോഗിക്കില്ല. തണുപ്പും അപ്പൊ എന്താ സൗണ്ടിന് വേണ്ടിട്ട് എന്താ ചൂടുവെള്ളം അങ്ങനെ എക്സ്ട്രാ കെയർ എന്നൊന്നും കെയറിങ് പറയാനില്ല. ഒന്നുമില്ല. നമ്മളധികം ചെവി ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അധികം കാറ്റ് കാറ്റടിക്കാൻ കൊള്ളാതെ അധികം അങ്ങനെ അധികം AC ഉള്ള സ്ഥലത്ത് പോയിരിക്കാതെ അങ്ങനെ പോയിട്ടിരിക്കാത്ത അങ്ങനത്തെ. പ്രോഗ്രാം ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെ കെയർ എടുക്കാറുണ്ട്. അതെ അതെ അതെ. അല്ലാതെ ഡെയിലി ഒരു റുട്ടീൻ എന്നുള്ള രീതിയിലൊന്നുമില്ല.